നമസ്കാരം. സർവഫലസിദ്ധിക്കായി നിത്യവും ജപിക്കേണ്ട വിഷ്ണു സ്തോത്രം. ഹൈന്ദവ സങ്കല്പ പ്രകാരം ത്രിമൂർത്തികളിൽ ഒന്നായ മഹാവിഷ്ണു സംരക്ഷകനായാണ് സങ്കല്പിക്കപ്പെടുന്നത്. വിഷ്ണു എന്ന വാക്കിനർത്ഥം വ്യാപിക്കുക എന്നാണ്. സർവവ്യാപിയാണ് ഭഗവാൻ. ഒരു പരിധികളില്ലാതെ സർവ്വതിലും വ്യാപിക്കുന്ന പരമചൈതന്യത്തെയാണ് മഹാവിഷ്ണു സ്വരൂപമെന്ന് പറയപ്പെടുന്നത്. തൂണിലും തുരുമ്പിലും ഭഗവാൻ കുടികൊള്ളുന്നുവെന്ന് പ്രഹ്ലാദന്റെ കഥയിൽ വ്യക്തം. നിത്യവും രാവിലെയും വൈകിട്ടും നിലവിളക്ക് കൊളുത്തി ലക്ഷ്മി സമേതനായ ഭഗവാനെ ഭജിക്കുന്നതിലൂടെ സർവ ആദിയും വ്യാധിയും ഒഴിഞ്ഞുപോകും എന്നാണ് പറയപ്പെടുന്നത്. നിത്യവും ഭജിക്കാൻ സാധിക്കാത്തവർക്ക് മഹാവിഷ്ണുവിന് പ്രധാനമായ വ്യാഴാഴ്ചകളിൽ ജപിക്കാവുന്നതാണ്. 108 തവണ ജപിക്കുന്നതാണ് ഉത്തമം. നിത്യവും കുറഞ്ഞത് 4 തവണയെങ്കിലും ഭക്തിയോട് ജപിക്കാവുന്നതാണ്. പ്രഭാതത്തിലോ പ്രദോഷത്തിലോ നിത്യവും ജപിച്ചു പോന്നാൽ കലിദോഷങ്ങൾ അകലും, ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള മനോധൈര്യം ഉണ്ടാവുകയും ചെയ്യും. ഭഗവത് സ്വരൂപം വർണ്ണിക്കുന്ന വിഷ്ണു സ്തോത്രമാണ് ഇതിൽ പ്രധാനം. അർത്ഥം മനസ്സിലാക്കി ഭഗവത് രൂപം മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിപൂർവം ജപിക്കുക. നിത്യവും കൃത്യനേരം പാലിച്ചുകൊണ്ട് ജപിക്കുന്നത് സർവവിശേഷ ഫലദായകമാണ്. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗന സദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിർവിദ്യദാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയകരം സർവലോകൈകനാഥം.